പ്രിയപ്പെട്ടവരെ, ഇന്ന് കർക്കിടകം 1, രാമായണം പാരായണം ചെയ്യുന്ന മാസം. കർക്കിടകം ആഗതമായതോടെ രാമായണ മാസവും വന്നു ചേർന്നു. ഓരോ വീട്ടിലും വിളക്ക് തെളിയുന്നു. ഓരോ മനസ്സിലും രാമൻ ജനിക്കുന്നു. ഇരുളിനെ അകറ്റി പ്രകാശം പരക്കാൻ തുടങ്ങുന്നു. കാലത്തിനും അപ്പുറമുള്ള ജീവിത വേദമാണ് രാമായണം. ഇത് മതപരമായ ഗ്രന്ഥമെന്നോ ആചാരമെന്നോ ധരിച്ച് ഇതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും തള്ളിക്കളയേണ്ട ആവശ്യമില്ല. മലയാള മാസങ്ങളിൽ ഒന്നായ കർക്കടകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. മേഘാവൃതമായ മാനം, ഭൂമിയിൽ സൂര്യരശ്മി പതിക്കുന്നത് കുറവ് അനുഭവപ്പെടുന്നതിനാലും കോരിച്ചൊരിയുന്ന മഴയും തണുപ്പും ശരീരത്തിൻ്റെ ഊഷ്മാവും ഊർജ്ജസ്വലതയും കുറയ്ക്കുന്നു. വീടിനുള്ളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയിൽ മാനസികമായൊരു ഉണർവുണ്ടാകാൻ ഭക്തി നിറഞ്ഞ രാമനാമം ജപിച്ചാൽ മതി. മനസ്സിലെ ഇരുട്ട് മാറും. അവിടെ സമാധാനത്തിൻ്റെ പ്രഭ വ്യാപിക്കും. 3000 വർഷം മുന്നേ എഴുതിയ ഈ കൃതി ഇന്നും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയുന്ന കഥയാണ്. അതാണ് രാമായണം. അതാണ് നമ്മുടെ കർക്കടകം. കർക്കടകം 1 മലയാളിയുടെ മനസ്സ് രാമനിലേക്ക് തിരിയുന്ന ദിവസം. മഴക്കാലത്തെ ഔഷധമാണ് രാമായണ പാരായണം. എന്തുകൊണ്ടാണ് കർക്കടകം രാമായണ മാസമായത്? പണ്ട് കർക്കടകത്തിൽ കൃഷിയും ഔഷധ ശേഖരണവും മുടങ്ങും. കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് പുറത്തു പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുന്നു. മഴക്കാലത്തെ അന്തരീക്ഷം സൂര്യപ്രകാശം കുറയുന്നു. രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നു. ശരീരം ദുർബലപ്പെടുന്നതുകൊണ്ട് രോഗപ്രതിരോധ ശക്തിയും കുറയുന്നു. ഈ സാഹചര്യത്തിൽ മനസ്സിനെ ഏകാഗ്രതയിലും നല്ല ചിന്തയിലും നിലനിർത്താൻ ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് വായന. ആ സമയത്ത് വീട്ടിലെ മൂത്തവർ ചെയ്തത് മനസ്സിന് ഔഷധമായ രാമായണം പാരായണം ചെയ്യുകയാണ്. രാമ എന്ന നാമം ജപിച്ചാൽ രോഗം മാറും, ദോഷം മാറും, ഐശ്വര്യം വരും. ഇതായിരുന്നു വിശ്വാസം. ഈ വിശ്വാസം തെറ്റല്ല, ശാസ്ത്രീയമായും ശരിയാണ്. ശരീരത്തിൻ്റെ ബലം കുറയുമ്പോൾ മനസ്സിനെ ബലപ്പെടുത്താൻ, അതിലൂടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ രാമായണ പാരായണം ഫലപ്രദമാണ്. അതാണ് ഇന്നും രാമായണ വായനയുടെ ഒരു പ്രാധാന്യവും ഇതൊരാചാരമായി നിലനിൽക്കുന്നതും. രാമായണത്തിൻ്റെ പ്രാധാന്യം: രാമായണം ഒരു കഥയല്ല, ജീവിത ഗ്രന്ഥമാണ്. ഇതിലെ ഓരോ ഭാഗങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ധർമ്മത്തിന് നൽകുന്ന പ്രാധാന്യമാണ്. രാജ്യം വേണ്ട എന്ന് പറഞ്ഞ് വനവാസം പോയ രാമൻ കടമയാണ് വലുത് എന്ന് പഠിപ്പിക്കുന്നു. കുടുംബം എന്ന കെട്ടുറപ്പിൻ്റെ പ്രാധാന്യം സീത, ലക്ഷ്മണൻ, ഭരതൻ എന്നിവർ ഓരോ ബന്ധങ്ങളുടെയും വില ഓർമ്മിപ്പിക്കുന്നു. പിന്നെയുള്ളത് ഐക്യത്തിൻ്റെ പ്രാധാന്യം ഗുഹൻ, സുഗ്രീവൻ, ജടായു, ശബരി എന്നിവർ ഓർമ്മിപ്പിക്കുന്നു. ജാതി മതം നോക്കാത്ത സ്നേഹം. ഈ ഗ്രന്ഥത്തിൽ ഏറ്റവും പ്രസക്തമായത് നന്മയുടെ വിജയമാണ്. രാവണൻ എന്ന അഹങ്കാരത്തിനെതിരെ രാമൻ എന്ന ധർമ്മത്തിൻ്റെ ജയം. ഇന്നും രാമായണത്തിന് പ്രസക്തി ഉണ്ടാക്കാനുള്ള കാരണം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്വാർത്ഥത, കോപം, ബന്ധങ്ങളുടെ തകർച്ച, ഇതിനൊക്കെയുള്ള മറുപടി രാമായണത്തിലുണ്ട്. സത്യസന്ധതയ്ക്കും കർത്തവ്യബോധത്തിനും ഉദാഹരണമാണ് രാമൻ. സമാധാനത്തിൻ്റെ പ്രതീകമായി സീതയും. മാതാപിതാക്കൾക്ക് തുല്യം ജ്യേഷ്ഠനെയും ജ്യേഷ്ഠപത്നിയെയും കരുതുന്ന ലക്ഷ്മണനും. മാതാപിതാക്കളെ പരിചരിക്കുക എന്നത് ഊർമിളയും. സാഹോദര്യം നിലനിർത്തുക എന്നതിന് ഭരതനും. ഉത്തമ സുഹൃത്ത് എങ്ങനെയായിരിക്കണമെന്നതിന് ഹനുമാനും. ഈ കഥ രാമായണത്തിൽ പ്രതിബിംബിക്കുന്നു. രാമായണം വായിക്കുമ്പോൾ നമ്മൾ രാമനെ അറിയുന്നില്ല, നമ്മുടെ അകത്തെ രാവണനെ കൊല്ലുകയും ഉള്ളിലെ രാമനെ ഉണർത്തുകയുമാണ്. കർക്കടക പാരായണം ഒരു അധ്യായം വായിക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാം. അതും പറ്റുന്നില്ലേ? രാമ രാമ എന്ന് ജപിക്കാം. ഇത് വീടും മനസ്സും ശുദ്ധീകരിക്കാനുള്ളതാണ്. 10 തലയുള്ള രാവണൻ എന്നത് നമ്മുടെ മനസ്സിൻ്റെ വിവിധ ഭാവങ്ങളാണ്. നാം നീക്കം ചെയ്യേണ്ട ചില ദുർഗുണങ്ങൾ. അതിനെ ഇല്ലായ്മ ചെയ്ത് സദ്ഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ കുടിയിരുത്തുക. നമ്മുടെ ഭവനത്തിലെ നെഗറ്റീവ് എനർജിയെ
പുറന്തള്ളി പോസിറ്റീവ് എനർജി നിലനിർത്തുക. രാമായണം പഴയ കാലത്തിൻ്റെ കഥയല്ല, നാളെയുടെയും കഥയാണ്. ഈ കർക്കിടകത്തിൽ ഒരു പ്രതിജ്ഞയെടുക്കാം. സത്യം പറയാം, ധർമ്മം പാലിക്കാം, എല്ലാവരെയും സ്നേഹിക്കാം. അതാണ് യഥാർത്ഥ രാമായണ പാരായണം. എല്ലാവർക്കും പുണ്യകരമായ രാമായണ മാസ ആശംസകൾ നേരുന്നു. വായന OK ശൈലജ ടീച്ചർ.